നമ്മുടെ ഈ ലോകത്തെ ജീവിതം കുറേ സ്ഥാനമാനങ്ങളുണ്ടാകാം, പൊസിഷൻസ്, അതുപോലെ തന്നെ അധികാരങ്ങൾ, അല്ലെങ്കിൽ പണം, അല്ലെങ്കിൽ എനിക്ക് പവർ, ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാം. ഇതൊക്കെ നമുക്ക് വരുമ്പോൾ ഓർക്കുക, രണ്ട് കാര്യങ്ങളും മറക്കാതിരിക്കുക. നല്ല മനുഷ്യനാവുക, നന്മ ചെയ്യുക. നമ്മുടെയൊക്കെ ജീവിതത്തെ കൊണ്ട് അതാണ് ദൈവം ആഗ്രഹിക്കുന്നത്. നമുക്കിപ്പോൾ കിട്ടിയിരിക്കുന്ന ഈ ജീവിത സാഹചര്യങ്ങൾ കൊണ്ട് നല്ല മനുഷ്യനായിട്ട് മാറാനും നന്മ ചെയ്യാനും എനിക്ക് പറ്റുന്നുണ്ട്. ഒരു അച്ഛൻ എന്ന നിലയിൽ, ഒരു സിസ്റ്റർ എന്ന നിലയിൽ, ഒരു ടീച്ചർ, അല്ലെങ്കിൽ ഒരു അമ്മ, ഒരു ഭാര്യ, അല്ലെങ്കിൽ ഒരു അധികാരി. നമ്മൾ ചിന്തിക്കണം, എനിക്ക് അങ്ങനെ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നുള്ളതാണ്. ഇന്നത്തെ കാര്യസ്ഥൻ തെറ്റായ വഴിയിലൂടെ കടന്നു പോകുന്ന ഒരു പരാതി കിട്ടിയപ്പോൾ കാര്യസ്ഥന് മനസ്സിലായി, ഞാൻ പോകുന്ന വഴി തെറ്റാണ്. കാര്യസ്ഥനപ്പോൾ പിന്നെ നന്മ ചെയ്യാൻ തുടങ്ങിയ അവൻ്റെ ജീവിതം കൊണ്ട് അവൻ കുറേയേറെ നന്മകൾ ചെയ്യും. ഇതുപോലെ നമ്മൾ മനസ്സിലാക്കുക, എൻ്റെ ഈ ജീവിതം കൊണ്ട് ഇങ്ങനെ എനിക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട് എന്നുള്ളതാണ്. കുറേ നന്മ, ഒരു നല്ല മനുഷ്യനായിട്ട് മരിക്കാൻ എനിക്ക്. അല്ലാണ്ട് വെറുതെ നമ്മളിങ്ങനെ ജീവിച്ച് പോയിട്ട് എന്താ കാര്യം? നമ്മൾ വലിയൊരാളാകണം, അല്ലെങ്കിൽ അങ്ങനെയാകണം, ഇങ്ങനെയായി ഞാൻ അങ്ങനെ ചെയ്യുമെന്ന് ചിന്തിച്ച് പലപ്പോഴും നമ്മൾ സ്വപ്നം കാണാറുണ്ട്. എനിക്ക് അതില്ലല്ലോ ഇതില്ലല്ലോ. നമ്മൾ ചിന്തിക്കേണ്ടതേ ഉള്ളൂ, എൻ്റെ ഈ ജീവിത സാഹചര്യം കൊണ്ട് എനിക്കിപ്പോൾ എന്താ ചെയ്യാൻ പറ്റുന്നത്? എൻ്റെ ജീവിത സാഹചര്യം, ഒതുങ്ങിയ ജീവിത സാഹചര്യത്തിലൂടെ എനിക്ക് എൻ്റെ അയൽവക്കക്കാരെ സ്നേഹിക്കാൻ, അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് നന്മ ചെയ്യാൻ, അങ്ങനെയൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടോ? പലപ്പോഴും നമുക്ക് കിട്ടാത്ത കാര്യങ്ങളെക്കുറിച്ച് ചിന്തിച്ച് സ്വപ്നം കണ്ടു അത് ചെയ്യാൻ പറ്റാത്തത് കൊണ്ടാണ് ഞാൻ ഇത് ചെയ്യാത്തത് എന്ന് പറഞ്ഞ് നമ്മുടെ ജീവിതം നശിപ്പിച്ച് കളയുക. അതൊന്നും നമ്മൾ ചിന്തിച്ച് കൂട്ടണ്ടേ. ഇപ്പോൾ ആയിരിക്കുന്ന ജീവിതം കൊണ്ട് എനിക്ക് എങ്ങനെ ചെയ്യാൻ പറ്റുന്നു? മറക്കാതിരിക്കുക, നീ ഒരാൾക്ക് പ്രകാശം പരത്തുമ്പോൾ നിന്റെ വിളക്ക് ഒരിക്കലും കെട്ടുപോകില്ലെന്നേ. നന്മ മറ്റുള്ളവർക്ക് കൊടുക്കുമ്പോൾ അത് വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. നന്മ മറ്റുള്ളവർക്ക് കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ അത് വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. പ്രാർത്ഥിക്കാം.